മലയാള സിനിമ മുമ്പെങ്ങും ഇല്ലാത്ത വിധമുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവവും ഈ വിഷയത്തിൽ താരസംഘടന അമ്മ ദിലീപിൻ്റെ അറസ്റ്റിന് മുമ്പെടുത്ത ചില നിലപാടുകളും വിമർശിക്കപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൻ്റെ പേരിൽ മലയാള സിനിമയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ കല്ലെറിയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. മുൻവർഷങ്ങളിൽ ഒന്നുമില്ലാത്തിടത്തോളം മികച്ച ബോക്സ് ഓഫീസ് പ്രതികരണവുമായി കുതിക്കുകയാണ് മലയാള സിനിമ. ഒരുപക്ഷെ ഈ വിവാദങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ സമയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വർഷത്തെ മലയാള സിനിമയുടെ നേട്ടങ്ങളായിരുന്നേനെ. 7 മാസങ്ങൾ പിന്നിടുമ്പോൾ നിരവധി സൂപ്പർ ഹിറ്റുകളാണ് ഈ വർഷം പിറന്നത്. സീനിയർ താരങ്ങളുടെയും യുവതാരങ്ങളുടെയും ചിത്രങ്ങൾ ഒരുപോലെ വിജയം കൊയ്യുന്നു. ഗ്രേറ്റ് ഫാദറിലൂടെ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടാൻ മമ്മൂട്ടിക്ക് ഈ വർഷം സാധിച്ചു. ബിയോണ്ട് ബോർഡേഴ്സ് ബോക്സ് ഓഫീസിൽ നിരാശപ്പെടുത്തിയെങ്കിലും മുന്തിരിവള്ളികളിലൂടെ മോഹൻലാൽ വീണ്ടും 50 കോടി ക്ലബിൽ പ്രവേശിച്ചു. സൂപ്പർ താരങ്ങളെ മാറ്റി നിർത്തിയാലും വിജയം നേടിയ ചിത്രങ്ങൾ നിരവധിയാണ്. മലയാള സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിച്ച ആഗോള പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചു പറ്റിയ അങ്കമാലി ഡയറീസ് ഈ ലോ ബജറ്റ് ചിത്രം 6 കോടിയോളം ലാഭം ബോക്സ് ഓഫീസിൽ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. യഥാർത്ഥ സംഭവകഥയോട് നീതി പുലർത്തിയ അവതരണവുമായി എത്തിയ ടേക്ക് ഓഫ് അന്യഭാഷാ താരങ്ങളുടെ പോലും മനം കവർന്നു. റിയലിസ്റ്റിക് സിനിമയുടെ മധുരം പകർന്നു തന്ന തൊണ്ടിമുതലും ദൃസാക്ഷിയും അപ്രതീക്ഷിത വിജയം നേടിയ രക്ഷാധികാരി ബൈജു, പൃഥ്വിരാജ്, ദുൽഖർ, ടോവിനോ, നിവിൻ, ആസിഫ് അലി തുടങ്ങിയവർക്കും മോശമായിരുന്നില്ല 2017. അങ്ങനെ വിവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ 2017 ബോക്സ് ഓഫീസ് കണക്കെടുക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മികച്ചതാണ് ഇതുവരെ. പതിവിന് വിപരീതമായി പരീക്ഷണ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയം നേടുന്നു. വരാനിരിക്കുന്നതും എല്ലാം പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പുറത്തെ വിമർശനങ്ങളിൽ തളരാതെ മലയാള സിനിമ കുതിപ്പ് തുടരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്